ഹായ് ഓൾ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും സോളിഡ് സ്റ്റേറ്റും കൂടെ നമ്മുടെ ഒറ്റ മൊഡ്യൂളിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് ഗേഷ്യസ് സ്റ്റേറ്റ് ഒരു ചാപ്റ്ററായിട്ട്, ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ് 3 ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് റിലേറ്റ് ചെയ്ത് സാധാരണ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. 4 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുള്ളതിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. The kinetic theory of gases is based on the fact that gases have more kinetic energy as compared to solids and liquids. അപ്പം നമുക്കറിയാം സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ് 3 പേരെ കൺസിഡർ ചെയ്യുന്ന സമയത്തും സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. ലിക്വിഡ്സിനകത്ത് കുറച്ച് ലൂസ്ലി പാക്ഡ് ആണ്, ഗ്യാസസിനകത്ത് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായിട്ടും വരുന്നത് എവിടെയാണ്? ഗ്യാസസിൻ്റെ കേസിലാണ്. കാരണം ഗ്യാസസിൻ്റെ കേസിലാണ് പാർട്ടിക്കിൾസിനെ ഭയങ്കര ലൂസായിട്ട് പാക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഗ്യാസസിനാണ് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈസിലി മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് തിയറി ഏറ്റവും കൂടുതലുള്ളത് ഗ്യാസസിനായതുകൊണ്ട് തന്നെയാണ് നമ്മൾ സോളിഡ്സിനെയും ലിക്വിഡ്സിനെക്കാട്ടിലും കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ്ലി മൂവിംഗ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. This is possible as the interatomic forces between the molecules are neglected in gases. നമുക്കറിയാം ഗ്യാസസിനകത്ത് പാർട്ടിക്കിൾസ് വെരി ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. ഒരു പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്, അടുത്ത പാർട്ടിക്കിൾ ഇവിടെ ഇരിക്കുകയാണ്, അടുത്ത് ഇവിടെ ഇരിക്കുകയാണ്, അടുത്ത് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ. പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. ദാറ്റ് മീൻസ് അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് ഫ്രീ ആയിട്ട് മറ്റൊരു മോളിക്യൂൾസിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈസി ആയിട്ട് മൂവ് ചെയ്തിരിക്കാം. ഇതാണ് ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പിന്നിലുള്ള ബേസിക് തത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ്ലി മൂവിങ് ആറ്റംസ് ഓഫ് മോളിക്യൂൾസ്. ഗ്യാസസിനകത്ത് ധാരാളം റാപ്പിഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ കഴിവുള്ള ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ഉണ്ട് എന്ന കൺസെപ്റ്റിനെ ആസ്പദമാക്കിയിട്ടാണ് യൂഷ്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എക്സ്പ്ലെയിൻസ് ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പം ഒരു ഗ്യാസിൻ്റെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള വോളിയം ആയിക്കോട്ടെ, പ്രഷർ ആയിക്കോട്ടെ, ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ ബേസിസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. To explain the kinetic theory of gases, the following assumptions had to be made. അപ്പം ഈ ഒരു ഗ്യാസസിൻ്റെ കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ആദ്യമായിട്ട് കുറച്ച് അസംഷൻസ്, ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അവർ കുറച്ച് അസംഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ അസംഷൻസിൻ്റെ ബേസിസിലാണ് പിന്നീട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മേജർ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. All the gases are composed of different molecules and these molecules are considered to be rigid, elastic spheres and completely identical for the same gas molecules. എന്താ പറഞ്ഞിട്ടുള്ളത്? എല്ലാ ഗ്യാസസും നമ്മളിപ്പോൾ ഏതൊരു ഗ്യാസ് മോളിക്യൂൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് വ്യത്യസ്ത തരത്തിലുള്ള മോളിക്യൂൾസ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. And these molecules are considered to be rigid, elastic spheres and completely identical for the same gas molecules. ഇനിയിപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂളാണ്. ഇപ്പോൾ ഓക്സിജൻ മാത്രം ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ മോളിക്യൂൾസ് എല്ലാം ഐഡൻറ്റിക്കലാണ്. ഇനി ഞാൻ നൈട്രജൻ ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണ്, അപ്പം നൈട്രജൻ്റെ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഐഡൻറ്റിക്കലാണ്. ഇനി ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് കൺസിഡർ ചെയ്യുകയാണ്, അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾസ് എല്ലാം ഐഡൻറ്റിക്കലാണ്. പക്ഷേ ഞാനൊരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് എല്ലാവരും സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഓക്സിജൻ കാണും, അതിനകത്ത് നൈട്രജൻ കാണും, അതിനകത്ത് ഹൈഡ്രജൻ കാണും, അതിനകത്ത് ഹീലിയം കാണും അതിനകത്ത്. പക്ഷേ ഓരോരുത്തരുടെയും മോളിക്യൂൾസ് വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ഐഡൻറ്റിക്കൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ഗ്യാസ് മിക്സ്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഗ്യാസ് മോളിക്യൂൾസും
ഐഡൻറ്റിക്കൽ ആയിരിക്കും, സിൻസ് ആ ഗ്യാസ് മോളിക്യൂൾസ് എല്ലാം ഒരേ എലമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പം അതാണ് ഒന്നാമത്തെ അസംഷൻ അവർ പറഞ്ഞത്. മോളിക്യൂൾസ് ആർ കൺസിഡർഡ് ടു ബി റിജിഡ് ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആൻഡ് കംപ്ലീറ്റ്ലി ഐഡന്റിക്കൽ ഫോർ ദി സെയിം ഗ്യാസ് മോളിക്യൂൾ. ഇനി രണ്ടാമത്തെ അസംഷൻ എന്തായിരുന്നു? ദ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ഈസ് കൺസിഡർഡ് ടു ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ്. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരു ബീക്കർ എടുത്തു, ആ ബീക്കറിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ബീക്കറിനകത്ത് ഉള്ള ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സ്പേസിങ് എങ്ങനെയായിരിക്കും? ഒരു ഗ്യാസ് മോളിക്യൂൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ബീക്കർ കൺസിഡർ ചെയ്തു, ഇതിനകത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഈ രീതിയിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസിങ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഐഡിയാനെ ബേസ് ചെയ്ത് അവർ പറഞ്ഞ ഒരു അസംഷൻ ഇതാണ്: നമ്മൾ രണ്ട് അടുത്തടുത്തുള്ള ഗ്യാസ് മോളിക്യൂൾസിനിടയിലുള്ള സ്പേസിങ്ങിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ദ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് ഈസ് വെരി നെഗ്ലിജിബിൾ. അതായത് ഒന്നാമത് നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ആൻഡ് ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസിങ് കുറച്ച് കൂടുതലുമാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് മോളിക്യൂൾസ് തൊട്ടടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഭയങ്കര ചെറുതാണ്. ഇതാണ് രണ്ടാമത്തെ അസംഷൻ ആയിട്ട് പറഞ്ഞത്. ദ സൈസ് ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് കൺസിഡർഡ് ടു ബി വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ദീസ് മോളിക്യൂൾസ് ആർ കണ്ടിന്യൂസ്ലി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ, ദാറ്റ് ഈസ് ദെയർ മോഷൻ ക്യാൻ ബി ഇൻ ഓൾ പോസിബിൾ ഡയറക്ഷൻസ്. മൂന്നാമത്തെ അസംഷൻ എന്താണ് പറയുന്നത്? ഗ്യാസ് മോളിക്യൂൾസ് നമുക്കറിയാം അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസ് ഭയങ്കര ഫ്രീ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സിലിണ്ടറിൽ ഒരു കുറേ ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഫ്രീ ആണ്. ദേ ആർ ഫ്രീ ടു മൂവ് എനിവെയർ. അവർക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സോളിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സോളിഡ്സിനകത്തുള്ള മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിടയിലുള്ള ഈ ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആബ്സെന്റ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈസിലി മൂവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അതാണ് പറഞ്ഞത്. ദീസ് മോളിക്യൂൾസ് ആർ continuously in a state of random motion, that is their motion can be in all possible directions. എല്ലാ ഡയറക്ഷൻസിലോട്ടും അവർക്ക് ഈസിലി മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് മൂന്നാമത്തെ അസംഷൻ. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് അല്ലെങ്കിൽ അവരുടെ കൈനറ്റിക്സ് അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അസംഷൻ. അടുത്ത നോക്കുക. Due to this random motion, the molecules collide with each other, also with the surface they come in contact with. അപ്പം നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കിടയിൽ പ്രത്യേകിച്ച് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പം കണ്ടിന്യൂസ്ലി ഈ ഗ്യാസ് മോളിക്യൂൾസ് തൊട്ടടുത്തുള്ള ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസുമായിട്ടും കൊളൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വോൾസുമായിട്ടും അവർ കൊളൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്. ഡ്യൂ ടു ദിസ് റാൻഡം മോഷൻ ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ, ഓൾസോ വിത്ത് ദി സർഫസ് ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുക. ദീസ് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ദീസ് മോളിക്യൂൾസ് ഡു നോട്ട് റിപ്പൽ ഓർ അട്രാക്ട് ഈച്ച് അതർ. അപ്പം എന്താ പറയുന്നത്? ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി എങ്ങനെയായിരിക്കും? ഇലാസ്റ്റിക് കൊളിഷൻസ് ആയിരിക്കും. നമ്മുടെ ഓപ്ഷൻസിൽ നമ്മളെ തെറ്റിക്കാനായിട്ട് കൊളിഷൻസ് ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ ഇലാസ്റ്റിക് എന്നൊക്കെ കാണും. അപ്പം ശ്രദ്ധിച്ചോണം പോയിന്റ്സ്. ഈ അസംഷൻസ് ഓരോന്ന് പഠിക്കുന്ന സമയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ചിലപ്പം 4 സ്റ്റേറ്റ്മെൻറ്റൂടെ വരുമ്പോഴത്തേന് കൺഫ്യൂഷൻസ് ആയിപ്പോവും. നമുക്ക് ഓരോന്നായിട്ട് വായിച്ചു നോക്കുമ്പോൾ ഇത് എളുപ്പമാണ്, ഇത് ഞാൻ ഓർത്തിരിക്കും എന്ന് തോന്നുമെങ്കിലും നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തരുന്ന സമയത്ത് ഇതിൽ ശരി ഇത് തെറ്റ് എന്നുള്ളതിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. എന്താ പറഞ്ഞേക്കുന്നത്? കൊളിഷൻസ് എന്ന് പറയുന്നത് ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇൻഡിവിജ്വൽ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ കൊളിഷൻസിന്റെ ഫലമായിട്ട് അവർ അട്രാക്ട് ചെയ്യുകയോ റിപ്പൽ ചെയ്യുകയോ ഒന്നുമില്ല. പ്രത്യേകിച്ച് അട്രാക്ഷനോ റിപ്പൽഷൻസ് ഒന്നും തന്നെ അവരുടെ കൊളിഷൻസിന്റെ ഫലമായിട്ട് നടക്കുന്നുമില്ല. Between these collisions, the molecules will always travels in a straight line. അപ്പം ഒരു 2 ഇൻഡിവിജ്വൽ കൊളിഷൻസിൻ്റെ ഇടയിലുള്ള ഇവരുടെ ട്രാവലിംഗ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും ഈ ഗ്യാസ് മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഒരു 2 കൊളിഷൻസിൻ്റെ ഇടയിലുള്ള സ്പേസിങ്ങിൽ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവർ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം ബിറ്റ്വീൻ ദീസ് കൊളിഷൻസ് ദ മോളിക്യൂൾസ് വിൽ ഓൾവേസ് ട്രാവൽ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ,
The collisions are instantaneous, that is the time taken for any collision is negligible. അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? കൊളിഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ്, അതായത് നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കൊളിഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സ് അല്ല, ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കൊളിഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദ ടൈം ടേക്കൺ ഫോർ എനി കൊളിഷൻസ് ഈസ് നെഗ്ലിജിബിൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ്, ഒരു പെർട്ടിക്കുലർ ഇപ്പം ഇവർ ആലോചിച്ച് വന്ന് കൊളൈഡ് ചെയ്ത് രണ്ട് ഡയറക്ഷൻസിലോട്ട് പോയി അങ്ങനെ ഒരു പതുക്കനെ നടക്കുന്ന ഒരു സ്ലോ പ്രോസസ്സ് ഒന്നുമല്ല. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നെഗ്ലിജിബിൾ ടൈമിൽ നടക്കുന്ന പ്രോസസ്സാണ് ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ collisions എന്ന് പറയുന്നത്. Okay, although the molecules are moving and colliding with each other, the density of the gas remains uniform throughout. That is, the distribution of the gas will be uniform throughout the volume. എന്താ പറഞ്ഞിട്ടുള്ളത്? Although the molecules are moving and colliding with each other, the density of gas remains uniform throughout. അപ്പം നമ്മൾ ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യാണ്, അവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ എപ്പോഴും എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പരസ്പരം അങ്ങോട്ട് പോയി കൊളൈഡ് ചെയ്യുന്നു, അടുത്ത മോളിക്യൂൾസിനെ കൊളൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പം റാൻഡംലി ഇവരിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈവൻ ദോ എന്താണ്, ദ ഡെൻസിറ്റി ഓഫ് ദി ഗ്യാസ് റിമൈൻസ് യൂണിഫോം ത്രൂ ഔട്ട്. ഗ്യാസ് മോളിക്യൂൾസിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് തന്നെയാണ് തുടരുന്നത്, അതിൽ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഗ്യാസസ് വിൽ ബി യൂണിഫോം ത്രൂ ഔട്ട് ദി വോളിയം. അപ്പം ത്രൂ ഔട്ട് ദി വോളിയം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, യൂണിഫോം ആയിട്ടായിരിക്കും തുടരുന്നത്. ഓക്കെ, അപ്പം അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട അസംഷൻസ്. ജസ്റ്റ് അസംഷൻസ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തത്, ഒരു ഗ്യാസ് അല്ലെങ്കിൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്യൂൾസ് കാണും. പക്ഷേ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, പക്ഷെ ഒരു സിംഗിൾ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മിക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസും ഐഡന്റിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. അതാണ് ഒന്നാമത്തെ അസംഷനായിട്ട് പറഞ്ഞത്. രണ്ടാമത്തെ അസംഷനായിട്ട് പറഞ്ഞ എന്തായിരുന്നു, നമ്മൾ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിങ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ പറഞ്ഞത്. ദെൻ മൂന്നാമത്തെ അസംഷനായിട്ട് പറഞ്ഞത് എന്താണ്, മോളിക്യൂൾസ് അടുത്തടുത്തുള്ള മോളിക്യൂൾസ് തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റാൻഡം മോഷനിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഡയറക്ഷൻസിലോട്ടും മൂവ്മെൻറ്റ് പോസിബിൾ ആണ്. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ അസംഷൻ. ദെൻ നാലാമതായിട്ട് ഉള്ള അസംഷൻ എന്തായിരുന്നു പറഞ്ഞത്, ഇവർ റാൻഡം ആയിട്ട് ഈ ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, കൊളൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞ എന്താണ്, മോളിക്യൂൾസ് തമ്മിലെ കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് എന്ന് പറഞ്ഞു. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞ എന്താണ്, നമ്മൾ രണ്ട് അടുത്തടുത്തുള്ള കൊളിഷൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. ദെൻ കൊളിഷൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ആണ്. ടൈം ടേക്കൺ ഫോർ എ കൊളിഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, ഭയങ്കര ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് കൊളിഷൻസ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ദെൻ അടുത്ത പോയിന്റ് പറഞ്ഞു, മോളിക്യൂൾസ് തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്തുകൊണ്ടല്ല ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഡെൻസിറ്റി റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. ഓക്കെ, ഇനി ഈ അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൻ്റെ പോസ്റ്റുലേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് തന്നിട്ടുള്ള അസംഷൻസിൽ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള അസംഷൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള അസംഷൻ കണ്ടെത്തുക എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റുലേറ്റുകളായിരിക്കും തരുന്നത്. പോസ്റ്റുലേറ്റ് തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പോസ്റ്റുലേറ്റ് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പോസ്റ്റുലേറ്റ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അസംഷൻസും ചോദിക്കാറുണ്ട്, പോസ്റ്റുലേറ്റുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, the kinetic theory of gases consists of various postulates like the particles in a kinetic gas are in constant or random motion. എന്താണ് പറഞ്ഞിട്ടുള്ളത്, particles in a kinetic gas are in constant or random motion. നമ്മൾ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് റാൻഡം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മോഷൻ അണ്ടർഗോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിൾസ് ആണ്. അതാണ് ഒന്നാമത്തെ അസംഷൻസ്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്, ദ കമ്പൈൻഡ് വോളിയം ഓഫ് ഓൾ ദി പാർട്ടിക്കിൾസ് ഈസ് നെഗ്ലിജിബിൾ. അതായത് എന്താണ്,
നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതായത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ടോട്ടൽ വോളിയം വെച്ച് നോക്കുമ്പോൾ ഓരോ ഗ്യാസ് മോളിക്യൂളിൻ്റെയും ഇൻഡിവിജ്വൽ വോളിയം എന്താണ്, വളരെ ചെറിയൊരു വാല്യൂ അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയം നെഗ്ലിജിബിൾ ആണ്. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്, ദ പാർട്ടിക്കിൾ സിംപ്ലി നോ ഫോഴ്സസ് ഓൺ വൺ അനദർ. പാർട്ടിക്കിൾസ് തമ്മിൽ എന്തെങ്കിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ? ഗ്യാസ് മോളിക്യൂൾസിൽ പാർട്ടിക്കിൾസ് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്, പാർട്ടിക്കിൾസ് ഭയങ്കര റാൻഡംലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പറയാം എന്താണ്, പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് എന്താണ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഒന്നും ഇല്ല. അപ്പം അതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, പാർട്ടിക്കിൾ സിംപ്ലി നോ ഫോഴ്സസ് ഓൺ വൺ അനദർ. പാർട്ടിക്കിൾസ് മറ്റ് ഒരു ഗ്യാസ് മോളിക്യൂൾ അടുത്ത ഗ്യാസ് മോളിക്യൂളിലേക്ക് പ്രത്യേകിച്ച് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അടുത്തത്, എനി ടൈപ്പ് ഓഫ് കൊളിഷൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ഈസ് കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക്. അടുത്ത പോസ്റ്റുലേറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഗ്യാസ് മോളിക്യൂൾസിന്റെ കൊളിഷൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എലാസ്റ്റിക് കൊളിഷൻസ് ആണ്. And finally, the kinetic energy of particles is directly proportional to the temperature in Kelvin. Gas molecules in the എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, ടെമ്പറേച്ചറിന്, കെൽവിനിലുള്ള ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് കേട്ടോ. അപ്പോൾ ഈ പോസ്റ്റുലേറ്റ്സ് ഒന്ന് നോക്കി വെച്ചിരിക്കുക, അതുപോലെ അസംഷൻസും നോക്കി വെച്ചേക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് കൊളിഷൻ ഫ്രീക്വൻസി ആണ്. ഓക്കെ, എന്താണ് കൊളിഷൻ ഫ്രീക്വൻസി നോക്കിക്കേ. ദ കൊളിഷൻ ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് as the average rate at which two reactants collide in a given system. അപ്പോൾ എന്താണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, collision frequency is defined as the average rate at which two reactants collide in a given system. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ രണ്ട് പെർട്ടിക്കുലർ മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യുകയാണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആവറേജ് റേറ്റ് അറ്റ് വിച്ച് ദ റിയാക്ടൻസ് കൊളൈഡ്, ആ റിയാക്ടൻസ് കൊളൈഡ് ചെയ്യുന്നതിൻ്റെ ആവറേജ് റേറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ നമ്പർ ഓഫ് കൊളിഷൻസ് പെർ സെക്കൻഡ് per unit volume of a reaction mixture is called collision frequency. ഒരു റിയാക്ഷൻ മിക്സ്ചറിലെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടൈമിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, കൊളിഷൻ ഫ്രീക്വൻസി. എന്താണ്, ഒരു റിയാക്ഷൻ മിക്സ്ചറിൽ ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളിഷൻസ്. ഓക്കെ, ഒരു യൂണിറ്റ് ടൈമിൽ ഒരു 1 സെക്കൻഡ് ടൈമിൽ യൂണിറ്റ് വോളിയത്തിൽ യൂണിറ്റ് ടൈം മീൻസ് ഒരു സെക്കൻഡിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസിനെയാണ് നമ്മൾ കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. Collision frequency is mainly utilized to express the number of collisions occurring per unit time. അപ്പോൾ എന്താണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസ് ആണ് അല്ലേ. അതായത് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൊളിഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. Collision frequency is an important part of collision theory. Rate of any particular reaction depend upon the collision frequency. അപ്പം നമ്മുടെ കൊളിഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട്, കൊളിഷൻ തിയറി എന്ന് പറയുമ്പോൾ എന്താണ്, പാർട്ടിക്കിൾസ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ടാണ്, റിയാക്റ്റന്റ് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് പ്രൊഡക്റ്റ് ഫോർമേഷൻ നടക്കുന്നത് അല്ലേ. അപ്പം നമ്മുടെ ആ കൊളിഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് കൊളിഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് എനി പെർട്ടിക്കുലർ റിയാക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി കൊളിഷൻ ഫ്രീക്വൻസി. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളിഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് കൊളിഷൻ ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. When collision frequency increases, the rate of chemical reaction increases as well. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, കൊളിഷൻ ഫ്രീക്വൻസി കൂടുമ്പോൾ റിയാക്ഷൻ്റെ റേറ്റ് കൂടുവോ കുറയുവോ? കൊളിഷൻ ഫ്രീക്വൻസി കൂടുക മീൻസ് ഒരു യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളിഷൻസിൻ്റെ എണ്ണം കൂടുന്നു എന്നാണ് അല്ലേ. യൂണിറ്റ് ടൈമിൽ നടക്കുന്ന കൊളിഷൻസിൻ്റെ എണ്ണം കൂടുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, കൊളിഷൻസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ റിയാക്ടൻസ് എല്ലാം പെട്ടെന്ന് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു അല്ലേ. അതായത് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ത് സംഭവിച്ചു, കൂടുന്നു. അപ്പോൾ നമുക്ക് ഇൻഡയറക്ട്ലി പറയാം എന്താണ്, കൊളിഷൻ ഫ്രീക്വൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾസോ
ഇൻക്രീസസ്. രണ്ടും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. ഓക്കെ, ഇനി കൊളിഷൻ ഫ്രീക്വൻസിയുടെ മാത്തമെറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സാധാരണ കൊളിഷൻ ഫ്രീക്വൻസിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇസഡ് ഈസ് ഈക്വൽ ടു NA ഇൻറ്റു NB ഇൻറ്റു RA പ്ലസ് RB ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 8πkBT ബൈ മ്യൂ AB. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്തുള്ള ടേംസ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ടേംസ്. ഇസഡ് ഞാൻ പറഞ്ഞു, കൊളിഷൻ ഫ്രീക്വൻസിയെ നമ്മൾ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ ഒരു NA ഉണ്ട്, NB ഉണ്ട് അല്ലേ. എന്താണ് NA യും NB എന്ന് പറയുന്നത്? നമ്പർ ഓഫ് A ആൻഡ് B ആറ്റംസ്. അപ്പോൾ A എന്ന് പറയുന്ന ആറ്റത്തിൻ്റെയും B എന്ന് പറയുന്ന ആറ്റംസിൻ്റെയും എണ്ണം, നമ്പറിനെയാണ് NA. നമ്മളിപ്പോൾ ഇവിടെ 2 മോളിക്യൂൾസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്, A, B. ഓക്കെ, അപ്പോൾ ആ എയുടെ എണ്ണമാണ് NA ആൻഡ് ബിയുടെ എണ്ണമാണ് NB വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് RA ആൻഡ് RB എന്ന് പറയുന്നത് എന്താണ്? A എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ റേഡിയസ് ആണ് RA ആൻഡ് B എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ റേഡിയസ് ആണ് RB എന്ന് പറയുന്നത്. ദെൻ KB എന്ന് പറയുന്നത് അറിയാം നിങ്ങൾക്ക്, ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. ദെൻ T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? റെഡ്യൂസ്ഡ് മാസ് ആണ്. റെഡ്യൂസ്ഡ് മാസ് എങ്ങനെയാണ് കണക്കാക്കുക? മാസ് ഓഫ് A ഇൻറ്റു മാസ് ഓഫ് B പ്ലസ് മാസ് ഓഫ് A പ്ലസ് B അല്ലേ. അല്ലേ, അതാണ് റെഡ്യൂസ്ഡ് മാസ്. ആ റെഡ്യൂസ്ഡ് മാസ് മ്യൂ AB ആണ്. റെഡ്യൂസ്ഡ് മാസിനെയാണ് മ്യൂ AB വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കാണ്. എന്താണ് കൊളിഷൻ ഫ്രീക്വൻസി കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ? Z ഈസ് ഈക്വൽ ടു NA ഇൻറ്റു NB ഇൻറ്റു RA പ്ലസ് RB ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 8πkBT ബൈ മ്യൂ AB. ടേംസും ഓരോന്ന് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളിനകത്ത് തരും. ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് നമ്മുടെ കൊളിഷൻ ഫ്രീക്വൻസി കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കറിയാം. നോക്കിക്കേ, ന്യൂമറേറ്ററിലാണ് ടെമ്പറേച്ചർ കിടക്കുന്നത്, അപ്പോൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് അറിയാം റെഡ്യൂസ്ഡ് മാസുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് കൊളിഷൻ ഫ്രീക്വൻസി കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ഇക്വേഷനകത്ത് ഡിനോമിനേറ്ററിലാണ് മ്യൂ AB വരുന്നത്, റെഡ്യൂസ്ഡ് മാസ് വരുന്നത്. അപ്പം ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ അവർ തമ്മിൽ ഏത് രീതിയിലാണ് ഡയറക്റ്റ് റിലേഷൻഷിപ്പാണോ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, അതിലുള്ള ഓരോ ടേംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ കൊളിഷൻ ഫ്രീക്വൻസി എന്താണെന്നുള്ളത്. അടുത്തത് കൊളിഷൻ ഡയമീറ്റർ ആണ്. നോക്കിക്കേ, when two molecules approach one another due to attractive forces, there is a distance of closest approach beyond which the molecules cannot come closer. എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് മോളിക്യൂൾസ് രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോളിക്യൂൾസ് പരസ്പരം അടുത്തടുത്ത് വരാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ ദർ ഈസ് എ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ബിയോണ്ട് വിച്ച് ദ മോളിക്യൂൾസ് കനോട്ട് കം ക്ലോസർ. ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിലും പരമാവധി രണ്ട് മോളിക്യൂൾസിന് അടുത്ത് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതിനെക്കാട്ടി കൂടുതൽ അവർക്ക് വരാൻ പറ്റത്തില്ല. മാക്സിമം എന്തുമാത്രം ഡിസ്റ്റൻസിൽ രണ്ട് മോളിക്യൂൾസിന് അടുത്തടുത്ത് വരാൻ സാധിക്കുമോ ആ ഒരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം when two molecules approach one another due to attractive forces, there is a distance of closest approach beyond which the molecules cannot come close each other. അപ്പം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് മോളിക്യൂൾസ് പരസ്പരം അപ്രോച്ച് ചെയ്യും. ആൻഡ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ബിയോണ്ട് ആയിട്ട് അവർക്ക് ക്ലോസ്ലി അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു മിനിമം ഒരു ഡിസ്റ്റൻസ് കാണും. ആ ഡിസ്റ്റൻസ് വരെ മാത്രമേ ഉള്ളൂ ഈ അടുത്ത അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം വരുന്ന രണ്ട് മോളിക്യൂൾസിന് പരസ്പരം അടുത്തടുത്ത് വരാനായിട്ട് പറ്റുള്ളൂ. Okay, the repulsive forces become more prominent than the attractive forces at and beyond this distance. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഞാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് മോളിക്യൂൾസ് ഈ മോളിക്യൂളും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഈ രണ്ട് മോളിക്യൂൾസിനും ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിനേക്കാട്ടിൽ കൂടുതൽ ഈ മോളിക്യൂൾസ് രണ്ടും കൂടെ അടുത്തടുത്ത് വന്നാൽ അവിടെ അട്രാക്ഷൻ ആയിരിക്കത്തില്ല, അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് റിപ്പൾഷൻ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു മിനിമം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് ബിയോണ്ട് ആയിട്ട് ഈ മോളിക്യൂൾസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സസിനെക്കാട്ടിൽ ഓവർകം ചെയ്തിട്ട് റിപ്പൾസീവ് ഫോഴ്സസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ
the distance between the centers of the molecules when they are closest is called the collision diameter. അപ്പോൾ എന്താണ് collision diameter എന്ന് പറയുന്നത്? Distance between the centers of the molecules when they are closest is called the collision diameter. അപ്പോൾ രണ്ട് മോളിക്യൂൾസ് തമ്മിൽ അവർക്കിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് പരസ്പരം അടുത്തടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും അല്ലേ? അപ്പം ഇവർക്കിടയിലുള്ള ആ ഒരു ഡയമീറ്റർ ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ട് മോളിക്യൂൾസിൻ്റെയും സെൻറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡയമീറ്റർ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കൊളിഷൻ ഡയമീറ്റർ എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് ദി മോളിക്യൂൾസ് വെൻ ദേ ആർ ക്ലോസസ്റ്റ് ഈസ് കോൾഡ് ദി കൊളിഷൻ ഡയമീറ്റർ. അപ്പോൾ രണ്ട് മോളിക്യൂൾസ് മാക്സിമം അവർക്ക് എത്ര ക്ലോസ് ആയിട്ട് വരാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോഴത്തേന് ഈ രണ്ട് മോളിക്യൂൾസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ കൊളിഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന മോളിക്യൂൾ ആണ്, ഇത് ബി എന്ന് പറയുന്ന മോളിക്യൂളും ആണെന്ന് കൺസിഡർ ചെയ്യുക. രണ്ട് മോളിക്യൂൾസിൻ്റെ ഇടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. സോ രണ്ട് മോളിക്യൂൾസും പരസ്പരം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഇവർ മാക്സിമം അടുത്തടുത്ത് വരുള്ളൂ. അതിൽ കൂടുതൽ പിന്നീട് ഇവർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കത്തില്ല, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവർ മാക്സിമം ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് മോളിക്യൂൾസ് ആ മാക്സിമം ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മോളിക്യൂൾസിൻ്റെയും സെൻറ്റേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, സെൻറ്റേഴ്സിന് ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് എന്തെന്ന് വിളിക്കുക? കൊളിഷൻ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ ഈ രണ്ട് മോളിക്യൂൾസ് മാക്സിമം അടുത്തടുത്ത് വന്നു, എ എന്ന് പറയുന്ന മോളിക്യൂളും ബി എന്ന് പറയുന്ന മോളിക്യൂളും. സോ എയുടെ സെൻറ്റർ മുതൽ ബിയുടെ സെൻറ്റർ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ ഇവിടുത്തെ കൊളിഷൻ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മീൻ ഫ്രീ പാത്ത്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ? Mean free path എന്ന് പറഞ്ഞാൽ mean free path refers to the average distance that a moving particle travels between successive collisions or impacts. അപ്പം രണ്ടും നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊളൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് മോളിക്യൂൾസ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നതിന് മുൻപ് അവരെന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. രണ്ട് സക്സസീവ് കൊളിഷൻസിൻ്റെ ഇടയിൽ ഈ മോളിക്യൂളും തമ്മിൽ പരസ്പരം കൊളൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കൊളിഷൻ നടക്കുന്നതിന് മുന്നേ ഈ മോളിക്യൂളും എന്തുമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മീൻ ഫ്രീ പാത്ത് റെഫേഴ്സ് ടു ദി ആവറേജ് ഡിസ്റ്റൻസ് ദാറ്റ് എ മൂവിംഗ് പാർട്ടിക്കിൾ ട്രാവൽസ് ബിറ്റ്വീൻ സക്സസീവ് കൊളിഷൻസ്. രണ്ട് സക്സസീവ് കൊളിഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ആ മോളിക്യൂളിൽ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് കേട്ടോ. മീൻ ഫ്രീ പാത്തിന്റെ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ലാംഡ എന്നാണ് നമ്മൾ മീൻ ഫ്രീ പാത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. കൊളിഷൻ ഫ്രീക്വൻസി എങ്ങനെയായിരുന്നു? ഇസഡ് വെച്ചിട്ടായിരുന്നു അല്ലേ? അപ്പോൾ അതുപോലെ ലാംഡ വെച്ചിട്ടാണ് നമ്മൾ മീൻ ഫ്രീ പാത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു RT by √2 pi d square NA into P. ഇതാണ് ഇക്വേഷൻ. അല്ലാന്നുണ്ടെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 1 by √2 pi d square n by v. ഈ രണ്ട് രീതിയിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെൻ ഇവിടെ പി എന്ന് പറയുന്നത് പ്രഷറാണ്. ദെൻ അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പർ ആണ്. അതെല്ലാം നമുക്ക് അറിയാവുന്ന ടേംസ് തന്നെയാണല്ലോ. ലാംഡ ഈസ് ഈക്വൽ ടു RT by √2 pi d square NA into P. ആ ഫോമിലുള്ള ഇക്വേഷൻ നോക്കി വെച്ചേക്കുക. ഈ ലാംഡ ഈസ് ഈക്വൽ ടു √2 pi d square n by v കേട്ടോ. ഈ ഒരു ഫോമുലുള്ള ഇക്വേഷനും നോക്കി വെച്ചേക്കുക. The relation between the mean free path and temperature is that there is a display of linear proportionality from the mean free path to the temperature. നോക്കിക്കേ, ടെമ്പറേച്ചർ വന്നിട്ടുള്ളത് ന്യൂമറേറ്ററിലാണ് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ടെമ്പറേച്ചറും മീൻ ഫ്രീ പാത്തും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മീൻ ഫ്രീ പാത്ത് കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ മീൻ ഫ്രീ പാത്ത് ഡിക്രീസ് ചെയ്യുന്നു. The mean free path is the average path covered by the molecules between collisions. It is known that there is a different free paths with ഡിഫറെൻറ്റ് പാത്ത് ലെങ്ത്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ആ കൊളിഷൻസിനുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട് അവരുടെ മീൻ ഫ്രീ പാത്തിലും വേരിയേഷൻസ് സംഭവിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണ് മീൻ ഫ്രീ പാത്ത്, അതിൻ്റെ ഈ ഒരു ഇക്വേഷൻ, ദെൻ ടെമ്പറേച്ചറുമായിട്ടുള്ള റിലേഷൻ, അത്രയും കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.